ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹത്തിൻ്റെ അടിത്തറ എന്നെല്ലാവർക്കും അറിയാം. പേശികളിലേക്കും ലിവറിലേക്കും ഗ്ലൂക്കോസിനെ കടത്തിവിടാനുള്ള ഇൻസുലിൻ്റെ കഴിവുകൾ. പക്ഷേ ഇത് പ്രമേഹത്തിൽ മാത്രമല്ല ബാധകം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഏകദേശം എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും കാരണം ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഗ്ലൂക്കോസ് മസിൽസിൽ യൂസ്ഡ് അപ്പ് ആവുന്നില്ല. അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് എനർജിയായി മാറുന്നില്ല. എന്ത് പറ്റും? ഇൻസുലിൻ വിൽ ഡീവിയേറ്റ് ടുവേർഡ്സ് ഫാറ്റ് മെറ്റബോളിസം. അവിടെ ലൈപ്പോജെനസിസിലേക്ക് പോകും. സോ ഇൻസുലിൻ റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്യേണ്ട ഇൻസുലിൻ പോയിട്ട് അപ്പുറത്തേക്ക് ഗ്രോത്ത് റിസപ്റ്റേഴ്സ് അപ്പുറത്തെ വഴിക്ക് പോകുന്നു. ഫാറ്റ് മെറ്റബോളിസത്തെ താളം തെറ്റുന്നു. ഫാറ്റ് അക്യുമുലേഷൻ, ലൈപ്പോജെനസിസ്. നിങ്ങൾ കേട്ടുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇത് അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. സോ നിങ്ങൾക്ക് ചിന്തിക്കാം, രക്തക്കൊള്ളമ്പത്തിൽ ബ്ലോക്കുകൾ നിറയുന്നതും ബ്രെയിനിലേക്ക് രക്തോട്ടം അൽഷിമറിലേക്ക് പോകുന്നതും ഓവറിലേക്ക്, ടെസ്റ്റിസിലേക്ക്, യൂട്രസിലേക്കൊക്കെ രക്തോട്ടം കുറയുമ്പോൾ ഇമ്പോർട്ടൻസ്, ഫ്രിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി, PCOS, PCOD തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നതും ടെസ്റ്റോസ്റ്ററോൺ ഇംബാലൻസ്, ഓക്സിജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇംബാലൻസ് വരുന്നത് ചിന്തിക്കുക. ഓക്സിജന്റെ സപ്ലൈ എല്ലാ സെൽസിലേക്കും കുറയുന്നു. റെഡ്യൂസ്ഡ് ഓക്സിജനേഷൻ ക്യാൻ ലീഡ് ടു DNA മ്യൂട്ടേഷൻ. ഇവൻ ദ കോസ് ഫോർ ക്യാൻസർ. ചിന്തിച്ചു നോക്കുക. റെഡ്യൂസ്ഡ് ഓക്സിജനേഷൻ ഡിസീസ്. കാരണം അടിഞ്ഞുകൂടുന്ന ദുർമേധസ് എന്ന് പഴയ വൈദ്യൻ പറയും. അത് തന്നെയല്ലേ അടിഞ്ഞുകൂടുന്ന LDL, ബാഡ് കൊളസ്ട്രോൾ. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ദ കീ ഫാക്ടർ എന്ന് ചിന്തിക്കുക. സോ ഇക്കണ്ട മുഴുവൻ ജീവിതശൈലി രോഗങ്ങളുടെ അടിത്തറയിരിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിലാണ് ശരിക്കുക. ആൻഡ് അതുകൊണ്ട് വരാൻ പോകുന്ന മുഴുവൻ കോംപ്ലിക്കേഷൻസിനെയും കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിന്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ ഗുളികകളാണോ വേണ്ടത്? ഇൻസുലിൻ കുത്തിവെക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ചിട്ടയായ പ്ലാനിങ്ങോട് കൂടിയ വ്യായാമങ്ങളാണോ വേണ്ടത്? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്, അതിനുള്ള വിവേകവും നിങ്ങൾക്കുണ്ട്. പക്ഷേ മടി. ഞാൻ തന്നെ വ്യായാമം ചെയ്യണോ? വേറെ ആരെയും കൊണ്ട് ചെയ്യിച്ചാൽ മതിയോ? കണ്ട് ശമ്പളം കൊടുത്താൽ മതിയോ? ഈ ചിന്ത കളയാ. നിങ്ങൾ കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കി മാറ്റിയാലേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ പറ്റും. ഇത് തിരിച്ചറിയാത്തതാണ് മലയാളിയുടെ കുഴപ്പം. അതുകൊണ്ട് ലോക തലസ്ഥാനമായി കേരളം മാറിക്കൊണ്ടേയിരിക്കുന്നു.